If you are new to this channel, please subscribe. Hello guys, welcome back to my new video. Guys, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു റിവ്യൂ ആണ്. നമ്മുടെ ഇതിൽ ടൈറ്റിൽ കണ്ട പോലെ തന്നെ നമ്മുടെ BBGയുടെ എക്സ്പ്ലോറർ എന്ന് പറഞ്ഞൊരു ജാക്കറ്റ് ഉണ്ട്. ലെവൽ 2 ജാക്കറ്റാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചെറിയ വിശേഷങ്ങൾ നമ്മൾ കാണാൻ പോകും. നമ്മുടെ ജാക്കറ്റ് ഇവിടെ ഉണ്ട്. ശരിക്കും പറയുന്നത് പ്രൈസ് പറയുകയാണെങ്കിൽ ഒരു 6500 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് ലെവൽ 2 പാഡിംഗ് ആണ് ഇതിൽ വരുന്നത് ഫുള്ള്. ഇത് ബൈക്കിംഗ് ബ്രദർഹുഡ് ഗിയേഴ്സിൻ്റെ ഒരു എക്സ്പ്ലോറർ എന്ന് പറഞ്ഞ ജാക്കറ്റാണ്. സോ ഇതിൻ്റെ മറ്റുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ എക്സ്പ്ലോറർ എന്ന് പറഞ്ഞ ജാക്കറ്റ്. അപ്പോൾ നമുക്ക് ഈ എക്സ്പ്ലോർ ജാക്കറ്റിലേക്ക് പോകണമെങ്കിൽ ജാക്കറ്റ് തുറന്നു കഴിഞ്ഞാൽ തന്നെ ഇതിൽ ശരിക്കും 3 ലെയേഴ്സാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ തെർമലൈനർ വരുന്നുണ്ട്, പിന്നെ ഇതിൻ്റെ ഒരു റെയിൻ ലൈനർ വരുന്നുണ്ട്. അപ്പോൾ ഈ എക്സ്പ്ലോർ എന്ന് പറഞ്ഞ ജാക്കറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൻ ലൈനർ ശരിക്കും പുറത്താണ് വരുന്നത്. ഇത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ തെർമലൈനറുണ്ട്, നമുക്ക് റിമൂവ് ചെയ്യാം. ഇത് റിമൂവ് ചെയ്യാൻ പറ്റും, ഫുൾ റിമൂവ് ചെയ്യാം. പിന്നെ അതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ചെസ്റ്റ് പാഡ് നമുക്ക് വെക്കാനുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട് രണ്ട് സൈഡത്തും. അത് പിന്നീട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിൽ പിന്നെ പോക്കറ്റ്സ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പോക്കറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്കിത് ഇവിടെ ഫോൺ വയ്ക്കാനൊരു ഇത് വരുന്നുണ്ട്. നമ്മുടെ ഹെഡ്ഫോൺസ് ഇവിടെ ഉള്ളിലേക്ക് എടുക്കാനുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ഇതിവിടെ ചെറിയൊരു പോക്കറ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ നമുക്കിത് ഇവിടെ ഒരു പോക്കറ്റ് വരുന്നുണ്ട്. റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലും ബോത്ത് സൈഡ്സിലും പോക്കറ്റ്സ് അവൈലബിൾ ആണ്. പിന്നെ ഫ്രണ്ടിൽ തന്നെ റിഫ്ലക്റ്റീവ്സ് ഉണ്ട്. ഇനി നമ്മുടെ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ബാക്ക് സൈഡിൽ റിഫ്ലക്റ്റീവ്സ് ഉണ്ട്. പിന്നെ എക്സ്പ്ലോർ എന്നുള്ളൊരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മോഡൽ നെയിം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്ട്രെച്ച്നേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൈയൊക്കെ മടക്കി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു സ്ട്രെച്ച്നേഴ്സ് ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു സ്ട്രെച്ച്നേഴ്സ് ഉണ്ട്. സോ നമ്മൾ കൈയും ഇതൊക്കെ മടക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, കറക്റ്റായിട്ട് നല്ലൊരു ഇതായിരിക്കും. പിന്നെ പുറത്തൊരു പാഡിങ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ എൽബോ പാഡിങ് ഉണ്ട്, നമ്മുടെ ഷോൾഡറിലൊരു പാഡിങ് ഉണ്ട്. പിന്നെ വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നേരത്തെ നമ്മൾ പറഞ്ഞു റെയിൻ ലൈനർ പുറത്താണെന്ന് പറഞ്ഞില്ലേ, കാണിച്ചാൽ ഇതിൻ്റെ റെയിൻ ലൈനർ പുറത്തേക്ക് കൂടിയാണ് നമ്മളിടുന്നത്. ഇത് 2 യൂസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മഴയിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടും. വേറെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര റിഫ്ലക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ രാത്രി കിട്ടി കഴിഞ്ഞാൽ ഭയങ്കര വിസിബിലിറ്റി ആയിരിക്കും, വേറെ വല്ല വണ്ടികൾക്കൊക്കെ പെട്ടെന്ന് കാണാൻ പറ്റും. ഇത് നമുക്ക് പുറത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാനായിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ചൂടുള്ള സമയത്ത് നമുക്ക് ശരിക്കും ഈ തെർമലൈനറിൻ്റെ ആവശ്യമില്ല. ശരിക്കും നമുക്ക് തെർമലൈനർ നമുക്ക് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഇവിടുത്തെ സാധാരണ ക്ലൈമറ്റിൽ നമുക്ക് ഓടിക്കാവുന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിന് മേലെ ഇവിടെ ഫുൾ മെഷ് ആയതുകൊണ്ട് നമുക്ക് അധികം ചൂടെടുക്കത്തില്ല. സോ പക്ഷേ ഇതിൻ്റെ തെർമൽ ലൈനർ നമുക്ക് എന്തായാലും റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് കേരളത്തിലെ വെതറിൽ ഇപ്പോഴത്തെ വെതറിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം കാണിച്ചു തരാൻ മറന്നു വെച്ചാൽ ഇവിടെ ഒരു സിബുണ്ട്. സിബ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ തന്നെ പാൻസ് എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അറ്റാച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ ഇതിന് വെച്ചേക്കുന്നത്. ഇവിടെ വെൽക്രോ ഉള്ളതെന്ന് പറഞ്ഞില്ല, അപ്പോൾ അതിനൊപ്പം തന്നെ ഇവിടെ ഒരു സിബൊക്കെ ഉണ്ട്, നമുക്ക് ഈസിലി അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ അരയിൽ നമുക്കിവിടെ കറക്റ്റായിട്ട് ഇവിടെ നമുക്ക് ഇവിടെ ടൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വെൽക്രോ ആണ് ഇവിടെ ഉള്ളത്, അരയിൽ നമുക്ക് വെൽക്രോ ആണ്. പിന്നെ ഇതിൻ്റെ പുറകിൽ ഇവിടെ ശരിക്കും നമ്മൾ നേരത്തെ റെയിൻ ലൈനർ എടുത്തില്ലേ, നമുക്ക് ഇവിടെ ചെറിയ സ്റ്റോറേജ് സ്പേസ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഹൈഡ്രേഷൻ ബാഗ് വെക്കാനുള്ളൊരു സ്റ്റോറേജ് സ്പേസ് ആണ്. അപ്പോൾ നമ്മൾ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ഹൈഡ്രേഷൻ ബാഗ് സെപ്പറേറ്റ് ആക്കി മേടിക്കാൻ കിട്ടും. അത് മേടിച്ചതിന് ശേഷം ഇത് ഫിക്സ് കഴിഞ്ഞാൽ ഇതിലുള്ളൊരു പൈപ്പ് ഉണ്ട്, അതിട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിലിട്ട് വെള്ളം നമുക്ക് കുടിക്കാവുന്നതാണ്. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് വണ്ടി നിർത്തി നമുക്ക് വെള്ളം കുടിക്കുന്ന ആവശ്യമില്ല. സോ ഇത് ഹൈഡ്രേഷൻ ബാഗ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഏകദേശം അപ്പോൾ നമുക്ക് ജാക്കറ്റ് ഇടുന്നതിന് ചെറിയൊരു ഡെമോ കാണിച്ചു തരാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇടാൻ പറ്റും. ഫസ്റ്റ് വയ്ക്കാം. ഓക്കെ, അതിനുശേഷം
വളരെ ഈസി ആയിട്ട് ഇടാൻ പറ്റും. അതിന് ശേഷം നമുക്കിവിടെ അഡ്ജസ്റ്റ്നേഴ്സ് ഉണ്ട്. ശരിക്കും വെൽക്രോ അല്ല, ഇത് നമ്മുടെ ഒരു ബട്ടനാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്നൊന്നും പൊളിഞ്ഞു പോകത്തില്ല. നമ്മുടെ വെൽക്രോ ആണെങ്കിൽ കുറേ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് ഇതാവാൻ ചാൻസ് ഉണ്ട്. നല്ല ടൈറ്റായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഇവിടെ കൈയുടെ ഇവിടെയും നമ്മുടെ ഗ്ലൗസിലിട്ടതിന് ശേഷം ഇവിടെ വെൽക്രോ ആണ്, ഇവിടെ വെൽക്രോ ആണ് വരുന്നത്. കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. ശേഷം നമ്മുടെ ഇവിടുത്തെ പാഡിങ്ങും നമ്മുടെ ഷോൾഡർ പാഡിങ്ങും കറക്റ്റാണ് നമ്മൾ എപ്പോഴും മേക്ക് ഷുവർ. അതിന് ശേഷം നമുക്ക് ഇപ്പുറത്തും അഡ്ജസ്റ്റ്നേഴ്സ് ഉണ്ട്. കറക്റ്റായിട്ട് അങ്ങനെ പാഡിങ് കറക്റ്റായിട്ട് വിചാരിച്ചതിന് ശേഷം സ്വിച്ചസ് ഇടാം. പിന്നെ ഇവിടെ വേറൊരു സംഭവമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ എമർജൻസി നമ്പേഴ്സ് അങ്ങനെയൊക്കെ നമുക്ക് എഴുതിയിൽ വയ്ക്കാം. അപ്പോൾ നമുക്ക് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ബ്ലഡ് ഗ്രൂപ്പ്, നമ്മുടെ നമ്പേഴ്സ്, അഡ്രസ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ വയ്ക്കാം. ഈവൻ നമുക്കിവിടെ ഒരു ചെറിയൊരു ഫോണൊക്കെ വെക്കാവുന്നുള്ളൊരു സൗകര്യമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത് നമുക്ക് ഇതിൻ്റെ റെയിൻ ലൈനർ ഇടുന്ന ഒരു കാണിച്ചു തരാം. മേത്തെ കൂടി ഈസി ആയിട്ട് നമുക്ക് ഫിറ്റ് ആവും. റെയിൻ ലൈനർ ഇതിൻ്റെ മീതെ കൂടി ഇട്ട് കഴിഞ്ഞാൽ 2 യൂസ് ഉണ്ട്. ഒന്ന്, നമ്മുടെ ജാക്കറ്റ് എപ്പോഴും ഫ്രഷ് ആയിട്ട് ഇരിക്കും. ഒരിക്കലും അതിൻ്റെ ഉള്ളിൽ വെള്ളം കയറത്തില്ല. അപ്പോൾ വെള്ളം കയറി കഴിഞ്ഞാൽ കുറച്ച് ഭയങ്കര വെയിറ്റ് ആയിരിക്കും. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര റിഫ്ലക്റ്റീവ് ആണ്. അപ്പോൾ സോ മറ്റുള്ള വണ്ടികൾക്കൊക്കെ ഇത് പെട്ടെന്ന് വിസിബിൾ ആയിരിക്കും നമ്മുടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, വണ്ടിയിലേക്ക് ഓടിക്കുന്ന സമയത്ത്. ഇതാണ് ഗൈസ് അപ്പോൾ നമ്മുടെ റെയിൻ ലൈനർ ഇട്ടതിന് ശേഷമുള്ള ലുക്ക്. ഗൈസ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇട്ടേക്കുന്നത് ഇതതിൻ്റെ തെർമൽ ലൈനറാണ്. അത് നമ്മൾ അതിൽ നിന്ന് റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഇപ്പോൾ തെർമൽ ലൈനർ കറക്റ്റായിട്ട് നമ്മൾ റിമൂവ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അതിന് മേലെയായിട്ടൊരു ചെറിയൊരു ബട്ടൺ ഉണ്ട്. അപ്പോൾ അതിൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷം നമുക്ക് ഇതിടാം. ഇപ്പോൾ ചൂടത്തൊക്കെ ചൂടൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ തെർമൽ ലൈനർ മാറ്റി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഇടാം, കുഴപ്പമൊന്നുമില്ല. ഫുൾ മെഷ് ആയതുകൊണ്ട് നല്ലോണം എയർ പാസേജ് ഉണ്ടാവും. അതുകൊണ്ട് നല്ലൊരു ജാക്കറ്റാണ്. ഒരു 6,500 റേഞ്ചിൽ വരുമ്പോൾ എന്ന് പറയുമ്പോൾ ഒരു ലെവൽ 2 പാഡിങ്ങിൽ നല്ലൊരു ജാക്കറ്റാണ് ശരിക്കും പറഞ്ഞാൽ. That's all for today, guys. If you do like this video, don't forget to share and subscribe to my channel. Press the bell icon to get notification. Thanks so much. Cheers.